ന്യൂ വെറൈറ്റി ഇംഗ്ലീഷിൻ്റെ പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്, ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഇംഗ്ലീഷിൽ 3 ടേം ഉപയോഗിക്കുന്നുണ്ട്. ഹാവ് ടു, വാണ്ട് ടു, അതുപോലെ നീഡ് ടു. ഹാവ് ടു, വാണ്ട് ടു, നീഡ് ടു എന്നുള്ള 3 ടേം നാം ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണങ്ങളിലൂടെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഐ ഹാവ് ടു ഗോ ദെയർ. എനിക്ക് അവിടെ പോകേണ്ടതുണ്ട്. ഐ ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് വർക്ക്. എനിക്ക് ഒരുപാട് വർക്കുകൾ ജോലി ചെയ്യേണ്ടതുണ്ട്. ഐ ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് വർക്ക്. എനിക്ക് ഒരുപാട് ജോലികൾ ചെയ്യേണ്ടതുണ്ട്. ഐ ഹാവ് ടു മീറ്റ് ഹർ. എനിക്ക് അവളെ കണ്ടുമുട്ടേണ്ടതുണ്ട്, അവളെ കാണേണ്ടതുണ്ട്. ഐ ഹാവ് ടു കം ഹിയർ. എനിക്ക് ഇവിടെ വരേണ്ടതുണ്ട്. ഹി ഹാസ് ടു ഗോ ദർ. അവനിക്ക് അവിടെ പോകേണ്ടതുണ്ട്. ഷീ ഹാസ് ടു മീറ്റ് ഹിം. അവൾക്ക് അവനെ കാണേണ്ടതുണ്ട്. ദേ ഹാവ് ടു ഡു ദെയർ വർക്ക്. അവർക്ക് അവരുടെ ജോലികൾ ചെയ്യേണ്ടതുണ്ട്. ഈ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. സബ്ജക്റ്റ് ഐ, യു, അതുപോലെ മറ്റു പ്ലൂറൽ സബ്ജക്റ്റുകൾ വരികയാണെങ്കിൽ അവിടെ ഹാവ് ടു എന്ന് നാം ഉപയോഗിക്കുന്നു. ഹി, ഷീ, ഇറ്റ് അതുപോലുള്ള സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ ഹാസ് ടു എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഹാവ് ടു എന്നതിന് ശേഷവും ഹാസ് ടു എന്നതിന് ശേഷവും വേർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ. അടുത്തത് വാണ്ട് ടു എന്നുള്ള ടേം നാം ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം, ഐ വാണ്ട് ടു മീറ്റ് ഹിം. എനിക്ക് അവനെ കാണേണ്ടതുണ്ട്. ഹി വാണ്ട്സ് ടു ഡു എ ലോട്ട് ഓഫ് വർക്ക്. അവന് ഒരുപാട് ജോലികൾ ചെയ്യേണ്ടതുണ്ട്. ഷീ വാണ്ട്സ് ടു മീറ്റ് ഹിം. അവൾക്ക് അവനെ കാണേണ്ടതുണ്ട്. ദേ വാണ്ട് ടു കം ഹിയർ. അവർക്ക് ഇവിടെ വരേണ്ടതുണ്ട്. വി വാണ്ട് ടു ഗോ ദെയർ. നമുക്ക് അവിടെ പോകേണ്ടതുണ്ട്. ഈ ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. സബ്ജക്റ്റ് ഐ, യു മറ്റു പ്ലൂറൽ സബ്ജക്റ്റ് ബഹുവചന സബ്ജക്റ്റായി വന്നാൽ വാണ്ട് ടു എന്ന് ഉപയോഗിക്കുന്നു. സിംഗുലർ സബ്ജക്റ്റായി വരുമ്പോൾ വാണ്ട്സ് ടു എന്ന് ഉപയോഗിക്കുന്നു. വാണ്ട് ടു എന്നതിന് ശേഷവും വാണ്ട്സ് ടു എന്നതിന് ശേഷവും വേർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. മൂന്നാമത്തെ രീതി നീഡ് ടു. ഉദാഹരണം, ഐ നീഡ് ടു ഫൈൻഡ് എ ജോബ്. എനിക്ക് ഒരു ജോലി കണ്ടെത്തേണ്ടതുണ്ട്. ഹി നീഡ്സ് ടു ഫൈൻഡ് എ ജോബ്. അവനിക്ക് ഒരു ജോലി കണ്ടെത്തേണ്ടതുണ്ട്. ഷീ നീഡ്സ് ടു ഡു എ ലോട്ട് ഓഫ് വർക്ക്. അവൾക്ക് ഒരുപാട് ജോലികൾ ചെയ്യേണ്ടതുണ്ട്. വി നീഡ് ടു ബൈ എ കാർ. നമുക്ക് ഒരു കാറ് വാങ്ങേണ്ടതുണ്ട്. യു നീഡ് ടു മീറ്റ് ഹർ. നിനക്ക് അവളെ കാണേണ്ടതുണ്ട്. ഈ ഉദാഹരണങ്ങളിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലായി. ഐ, യു മറ്റ് ബഹുവചന സബ്ജക്റ്റായി വരുമ്പോൾ നീഡ് ടു എന്ന് ഉപയോഗിക്കുന്നു. മറ്റു സിംഗുലർ അഥവാ ഹി, ഷീ, ഇറ്റ് പോലെയുള്ള സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ നീഡ്സ് ടു എന്ന് ഉപയോഗിക്കുന്നു. നീഡ് ടു എന്നതിന് ശേഷവും വേർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഇനി നമുക്ക് പുതിയ 3 വേർഡുകളെ പരിചയപ്പെടാം. ഒന്ന്, വോട്ട് ഇൻ ദ ഇലക്ഷൻ. ഇലക്ഷനിൽ വോട്ട് ചെയ്യുക. വേസ്റ്റ് ആൻ ഓപ്പർച്യൂണിറ്റി. ഒരു അവസരം നഷ്ടപ്പെടുത്തുക.
വേസ്റ്റ് എൻ ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം നഷ്ടപ്പെടുത്തുക. എൽ ഔട്ട് ഇൻ പെയിൻ, വേദന കൊണ്ട് അലറി വിളിക്കുക. എൽ ഔട്ട് ഇൻ പെയിൻ എന്നാണ് പറയുക, വേദന കൊണ്ട് അലറി വിളിക്കുക. 3 വേർഡുകൾ നാം പഠിച്ചു. ഒന്ന് വോട്ട് ഇൻ ദി എലക്ഷൻ, വേസ്റ്റ് എൻ ഓപ്പർച്യൂണിറ്റി, എൽ ഔട്ട് ഇൻ പെയിൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് വീഡിയോസ് ആ നിമിഷം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.